ഇല്ലടികളെ നമ്മുടെ തിരുവനന്തപുരം നേമത്ത് 4ാം ക്ലാസ് വിദ്യാർത്ഥിയെ അഹല്യ മരിച്ചിരുന്നു 2-3 ദിവസം മുമ്പ് ഇട്ടാ. അപ്പൊ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ കാരണം എന്താണെന്ന് ഇതുവരെ വ്യക്തമായിട്ടേ ഇല്ല. അപ്പൊ ഞാൻ ഇന്നാളോട് ഒരു ന്യൂസ് കണ്ടപ്പോഴാണ് എന്താ വെച്ചാൽ കുറേ ന്യൂസ് ഞാൻ നോക്കി, കുറേ ന്യൂസ് ഞാൻ നോക്കി ഇതിനെ കുറിച്ച് എന്താ സംഭവം എന്ന് അറിയാൻ വേണ്ടി കുറേ ന്യൂസ് നോക്കി. അപ്പൊ നോക്കിയ സമയത്താണ് എല്ലാവരും മനസ്സിലായത് എന്താ വെച്ചാൽ കുട്ടി സ്വയം ആത്മഹത്യ ചെയ്തിരിക്കുകയാണ്. മനസ്സിലായില്ല? എന്താ വെച്ച് കഴിഞ്ഞാൽ വീട്ടിലെ തന്നെ ഒരു പ്രശ്നത്തില്ല. എന്താ വെച്ചാൽ സ്വന്തം അനിയത്തിനെ അമ്മ നോക്കാൻ വേണ്ടി ഏൽപ്പിക്കുന്നു. മനസ്സിലായില്ല? അമ്മയെ നോക്കാൻ വേണ്ടി ഏൽപ്പിക്കുന്നു. ആ സമയത്ത് അനിയത്തി നിലത്ത് വീഴുന്നു. നമ്മളും സ്വാഭാവികമായും ചെറുപ്പത്തിലേക്ക് കുട്ടികളൊക്കെ എടുക്കുമ്പോൾ നിലത്ത് വീഴാറുണ്ട്, ചിലപ്പോൾ അങ്ങനെ സംഭവിക്കാറുണ്ട്. ആ സമയത്ത് അമ്മ ഒന്ന് ചീത്ത പറയുകയാണ് ഈ കുട്ടീനെ. അഹല്യ എന്ന് പറയുന്ന കുട്ടിയെ ചീത്ത പറയുന്നുണ്ട്. ചീത്ത പറയുമ്പോൾ ഈ കുട്ടി അയ്യോ ഞാൻ കാരണമാണല്ലോ എങ്ങനെ സംഭവിച്ചതെന്ന് പറഞ്ഞിട്ട് പിന്നെയും അമ്മ നോക്കി ഏൽപ്പിക്കുന്നുണ്ട്. ആ സമയത്ത് ഈ കുട്ടി പോയിട്ട് കിടല്ലേ സ്വന്തമായിട്ട് വെച്ച് കഴിഞ്ഞാൽ റൂമിൽ പോയിട്ട് നമ്മളെ സാധാരണ തൂങ്ങിച്ചാവെന്നൊക്കെ പറയില്ലല്ലോ, അങ്ങനെ മരിച്ചിരിക്കുകയാണ്. എന്താ എനിക്കിത് പെട്ടെന്ന് ന്യൂസ് കേട്ടപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സംഭവം എങ്ങനെ മരണം എന്ന് അറിയാൻ വേണ്ടി നോക്കിയ സമയത്ത് പെട്ടെന്ന് എനിക്ക് ഈ ന്യൂസ് കേട്ട സമയത്ത് ഇല്ലാതെ എനിക്ക് തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു 4ാം ക്ലാസ് വിദ്യാർത്ഥിനി ഇങ്ങനെ ഒരു ഐഡിയ വരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ സീരിയസ് ആയിട്ട് പറയാമല്ലോ. ഈ സിനിമ അല്ലെങ്കിൽ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കണ്ടിട്ടാണ് സീരിയസ് ആയിട്ട് ഇല്ലാടല്ല. എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ല അങ്ങനത്തെ സിനിമാസ് ഒന്നും കാണിക്കാതിരിക്കുന്നത് ബെറ്റർ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ റീസെന്റ് ഇറങ്ങിയ മാർക്കോ വേണമെങ്കിൽ കണ്ടാൽ മനസ്സിലാവും. എന്ന് വെച്ചാൽ അത് സർട്ടിഫിക്കറ്റ് ആണ് ഇല്ലടല്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ 18 വയസ്സിന് മുകളിലവർ ഇല്ലെങ്കിൽ ഒരു 20-23 വയസ്സിന് മുകളിലവർക്ക് കാണാൻ പറ്റുള്ളൂ. പിന്നെ നമ്മൾ UA പറഞ്ഞ സർട്ടിഫിക്കറ്റ് ഒക്കെ ഉണ്ട്. എന്ന് വെച്ചാൽ 12 വയസ്സിന് താഴെയുള്ള കുട്ടികൾ അല്ലെങ്കിൽ 12 വയസ്സിന് മുകളിലുള്ള കുട്ടികൾ കാണണമെങ്കിൽ രക്ഷിതാക്കൾ കൂടെയുള്ള ഇരുന്നെങ്കിൽ രക്ഷിതാക്കൾ കൂടി ഇരുന്ന് കാണാനുള്ള സിനിമ UA എന്ന് പറയുന്നതൊക്കെ ഞാൻ നേരത്തെ പഠിച്ചതാണ്. അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളൊക്കെ. പക്ഷെ അതൊന്നും ഇപ്പൊ നോക്കണമെന്നില്ല. എന്ന് വെച്ചാൽ സിനിമ ജസ്റ്റ് ഒരു എന്റർടൈൻമെന്റ് ഫാമിലി ആയിട്ട് പോകുന്നു, കാണുന്നു. പക്ഷെ ഈ കുട്ടിക്ക് ഇങ്ങനെ ഒരു തോട്ട് വരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇങ്ങനെ തന്നെ ആയിരിക്കും. അല്ലാതെ ഇപ്പൊ ആരും ഒരാൾ ഇപ്പൊ പറഞ്ഞു കൊടുക്കില്ലല്ലോ. ഇപ്പൊ നമ്മൾ നല്ലതൊക്കെ പറഞ്ഞു കൊടുക്കും, ഇല്ലാതെ ഇങ്ങനെ ചാവണം ഇല്ലെങ്കിൽ അങ്ങനെ ചെയ്യണമെന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കുകയില്ല. സീരിയസ് ആയിട്ട് അത് ഏതൊരു മനുഷ്യനും പറഞ്ഞു കൊടുക്കില്ല. അപ്പൊ ഈ കുട്ടി ഇൻഫ്ലുവൻസ് ആയിരിക്കുന്നത് ഇങ്ങനത്തെ സംഭവങ്ങൾ കണ്ടിട്ടായിരിക്കാം. ഞാൻ ന്യൂസ് ഇവിടെ പ്ലേ ചെയ്യില്ല. സത്യം പറഞ്ഞാൽ എനിക്ക് കേട്ടപ്പോൾ എന്തോ ഒരു ഫീൽ വന്നു. ഈ ഒരു 4ാം ക്ലാസ് പഠിക്കുന്ന വിദ്യാർത്ഥി ഈ ലെവൽ ചിന്തിക്കണം വെച്ച് കഴിഞ്ഞാൽ എവിടെ എത്തിയില്ല ലോകം. അപ്പൊ ഞാൻ ന്യൂസ് പ്ലേ ചെയ്യാം. തിരുവനന്തപുരം നേമത്ത് 4ാം ക്ലാസ് വിദ്യാർത്ഥിനിയായ അഹല്യയുടെ ദുരൂഹ മരണവുമായി ബന്ധപ്പെട്ട് പോലീസ് നടത്തിയ അന്വേഷണത്തിലെ കണ്ടെത്തലുകൾ ഇങ്ങനെ. സംഭവ ദിവസം രാവിലെ 9 വയസ്സുകാരിയായ അഹല്യയെ 1.5 വയസ്സുള്ള അനുജത്തിയെ നോക്കാൻ ഏൽപ്പിച്ച ശേഷം മാതാവ് വീട്ടുജോലികളിൽ ഏർപ്പെട്ടു. അതിനിടെ അനുജത്തി അബദ്ധത്തിൽ നിലത്ത് വീണു. അഹല്യയുടെ അശ്രദ്ധ കൊണ്ടാണ് കുഞ്ഞ് നിലത്ത് വീണതെന്ന് പറഞ്ഞ് അമ്മ മൂത്ത മകളെ ശകാരിച്ചു. മാതാപിതാക്കൾക്ക് തന്നേക്കാൾ സ്നേഹം ഇളയ കുഞ്ഞിനോടാണെന്ന പരിഭവം നേരത്തെ മുതൽ അഹല്യ പങ്കുവച്ചിരുന്നു. കുഞ്ഞനുജത്തി വീണതിന്റെ പേരിൽ അമ്മ വഴക്ക് പറയുക കൂടി ചെയ്തതോടെ 9 വയസ്സുകാരി മനോവിഷമത്തിലായി. അതിനിടെ 1.5 വയസ്സുകാരിയെ വീണ്ടും അഹല്യയെ ഏൽപ്പിച്ച ശേഷം മാതാവ് മരുന്ന് വാങ്ങാനായി പുറത്തുപോയി. ഈ സമയത്ത് മുറിയുടെ വാതിലടച്ച് കിടക്കയിൽ പ്ലാസ്റ്റിക് കസേര വെച്ചതിന് ശേഷം ഇതിന് മുകളിൽ കയറി നിന്ന് തുണി കൊണ്ട് ഫാനിൽ ഒറ്റക്കുരുക്കുണ്ടാക്കിയതായാണ് കണ്ടെത്തൽ. 146 സെന്റിമീറ്റർ നീളമുണ്ടായിരുന്ന അഹല്യയ്ക്ക് കട്ടിലിന് മുകളിൽ പ്ലാസ്റ്റിക് കസേര ഉറപ്പിച്ച ശേഷം അതിന് മുകളിൽ കയറി നിന്ന് ഫാനിൽ കുരുക്കിടാൻ 145 സെന്റിമീറ്റർ ഉയരം മതിയെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. കൃത്യം ചെയ്യുന്ന സമയത്ത് കിടപ്പുമുറിയുടെ മുൻവശത്തെ ജനൽ തുറന്നു കിടക്കുകയായിരുന്നു. കഴുത്തിൽ കുരുക്കുമുറുകി തന്നെയാണ് മരണം സംഭവിച്ചതെന്നാണ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ഫോറൻസിക് സംഘത്തിന്റെ പ്രാഥമിക ദേഹപരിശോധനയിലെ വിലയിരുത്തൽ. മനോനില വീണ്ടെടുത്ത ശേഷം അഹല്യയുടെ മാതാപിതാക്കളിൽ നിന്ന് പോലീസ് വിശദമായ മൊഴി രേഖപ്പെടുത്തും. ഡാൻ കുര്യൻ, ന്യൂസ് 8. അപ്പോൾ അതാണ് ന്യൂസ് നിങ്ങൾ കേട്ടല്ലോ അല്ലെങ്കിൽ കണ്ടല്ലോ. അപ്പൊ സംഭവം എനിക്ക് പെട്ടെന്ന് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഈ ന്യൂസ് ഒന്നുകൂടി കേട്ടപ്പോൾ മനസ്സിലായെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 9 വയസ്സുകാരി ഇത്ര ഏകദേശം 100 സെന്റിമീറ്റർ ഹൈറ്റേ ഉള്ളൂ ഇല്ലാതെ ആ കുട്ടി എങ്ങനെ ഫാനിൽ കുരുവിടാൻ പറ്റും? ബെഡിന്റെ മേലെ കയറിയിട്ടാണ് സ്റ്റെയർ വെച്ചെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ എന്നാലും ഒരു ചെറിയ കൺഫ്യൂഷൻ പോലെ. എന്നാലും എനിക്ക് പറയാനുള്ളത് രക്ഷിതാക്കളോടാണ്. നമ്മൾ ഇങ്ങനെയുള്ള സിനിമ അല്ലെങ്കിൽ സീരിയലൊന്നും കാണിച്ചു കൊടുക്കാതിരിക്കുക. സീരിയസ് ആയിട്ട് ഇല്ലല്ലേ അവർക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ നമ്മുടെ ഫാമിലിയുടെ ഭാഗത്തുനിന്ന് ഇല്ലെങ്കിൽ അവരെ നമ്മളെ വഴക്ക് പറയുക അല്ലെങ്കിൽ ചീത്ത പറയുക. അവർക്ക് എങ്ങനെ എന്തെങ്കിലുമൊക്കെ വിഷമം വന്നു കഴിഞ്ഞാൽ ഇല്ലാതെ അവരിങ്ങനെ എന്തെങ്കിലും ചെയ്യും. മനസ്സിലായി? എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് അത്ര ചിന്ത വരുള്ളൂ ഇല്ലാതെ. മനസ്സിലായില്ല? എന്ന് വെച്ചാൽ അത്ര ചിന്തിക്കാനുള്ള ഒരു ഇതുള്ളൂ. അപ്പൊ അതുകൊണ്ട് മാക്സിമം പാരന്റ്സ് ശ്രദ്ധിക്കാതില്ല. അതേ എനിക്ക് പറയാനുള്ളൂ. ദേഷ്യം ഇല്ല എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള കുറ്റകൃത്യങ്ങൾ നമ്മൾ കാണേണ്ടി വരും. അത് ചിലപ്പോൾ നമ്മുടെ കുടുംബത്തിൽ വരാൻ ചാൻസ് ഉണ്ട്. ഞാൻ ഇന്നാളോട് ഇല്ലടാ ഞാൻ എൻ്റെ ഒരു കസിൻ്റെ വീട്ടിൽ പോയിട്ടാ. അപ്പൊ എന്താ വെച്ചാൽ അവിടെ ചെറിയ കുട്ടിയുണ്ട്. അപ്പൊ ആ കുട്ടീനെ അമ്മ വഴക്ക് പറയുന്നുണ്ട്, ഡെയിലി വഴക്ക് പറയുന്നുണ്ട്. ഇപ്പൊ പഠിക്കടാ അതില്ലെങ്കിൽ അത് ചെയ്യടത് എന്നൊക്കെ വഴക്ക് കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പൊ ഒരു ദിവസം പെട്ടെന്ന് പറഞ്ഞില്ലടല്ലേ എന്നെ ഇനി ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പോയി ചാവുമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ കേട്ടപ്പോൾ ചുറ്റിയില്ലടാ എടാ നീ ഇത് എവിടെ നിന്ന് പഠിച്ചുകൊണ്ട് പറഞ്ഞപ്പോൾ ഒന്നുമില്ല എന്ന് പറഞ്ഞു. ഞാൻ ഒന്നുകൂടി പോയി ചോദിച്ചു. അപ്പൊ അവൻ പറഞ്ഞില്ല ഞാൻ സിനിമയിലെ കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ അതേ എനിക്ക് പറയാനുള്ള ഇടല എന്ന് വെച്ചാൽ ചെറിയ കുട്ടികളെ ഇങ്ങനെയുള്ള സിനിമകളോ അല്ലെങ്കിൽ സീരിയലുകളോ കാണിക്കാതിരിക്കുക. എന്ന് വെച്ചാൽ അവരെ അതുകൊണ്ട് ഇൻഫ്ലുവൻസ് നിൽക്കില്ല. സീരിയസ് ആയിട്ട്
പോസിറ്റീവ് ഭാഗം മാത്രം എടുക്കുക, ആ പോസിറ്റീവ് മാത്രം എടുക്കുന്നവരുണ്ടാവും, നെഗറ്റീവ് ഭാഗം മാത്രം എടുക്കുന്നവരുണ്ടാവും. പക്ഷെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം പിള്ള മനസ്സിൽ കള്ളമില്ല എന്ന് പറയുന്നത് കേട്ടില്ലേ? അപ്പൊ അതുപോലെ എന്ന് വെച്ചാൽ അവരെ സംബന്ധിച്ചിടത്തോളം അവർ കാണുന്ന എന്താണോ അത് മൊത്തം അവരങ്ങ് ഗ്രാസ്പ് ചെയ്തെടുക്കും. അപ്പൊ അവർക്ക് എന്ന് വെച്ചാൽ എവിടെ പ്രയോഗിക്കണമെന്ന് ഒരിക്കലും അറിയില്ലല്ലേ. അപ്പൊ സൂക്ഷിക്കുക മാക്സിമം എന്ന് വെച്ചാൽ രക്ഷിതാക്കളൊക്കെ ഇങ്ങനെയുള്ള സിനിമകൾ കാണിക്കാതിരിക്കുക, അല്ലെങ്കിൽ മാക്സിമം ശ്രദ്ധിക്കുക, അതേ പറയാനുള്ളൂ. ഇല്ലെങ്കിൽ നമുക്ക് അപകടങ്ങൾ കൂടുന്നില്ലല്ലേ. ഈ ഒരു കാര്യത്തിൽ സീരിയസ് ആയിട്ട് വെച്ചാൽ നമുക്ക് കേൾക്കുമ്പോൾ തന്നെ പെട്ടെന്നില്ല ഭയങ്കര സങ്കടം വന്നു എനിക്ക്. ഞാൻ വെച്ചാൽ അതാണ് ഞാൻ ന്യൂസ് ഒന്നുകൂടി കണ്ട് ഇതെന്താ സംഭവം എന്ന് അറിയാൻ വേണ്ടി കുറേ ന്യൂസ് കണ്ടു കേട്ടത്. അറ്റ് ലാസ്റ്റ് ഇതാണ് സംഭവം എന്ന് മനസ്സിലായി. അപ്പോൾ നിങ്ങൾ രക്ഷിതാക്കൾ ഈ നമ്മുടെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഇങ്ങനെ നോക്കുക, ഇങ്ങനെയൊന്നും ചെയ്യാതെ ഇങ്ങനെയുള്ള സിനിമകൾ സീരിയലൊന്നും കാണിക്കാതിരിക്കുക മാക്സിമം. പിന്നെ അങ്ങനെ കണ്ടാൽ കൂടി കുഴപ്പമില്ല. ഇത് നമ്മളെന്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അവരെ പഴമത് വഴക്ക് പറയാതിരിക്കുക, അല്ലെങ്കിൽ മാക്സിമം നമ്മളെന്ത് വെച്ചാൽ അവരുടെ ഒരു രീതിയിൽ കൊണ്ടുപോകുക. മനസ്സിലായി പറയണം, എന്നാലും അത്രയ്ക്കൊന്നും ക്രൂശമായി പറയരുത്. അപ്പം അതേ പറയാനുള്ളൂ കേട്ടത്.